ഹലോ, നമ്മളിന്ന് ഒരു ബ്രെഡ് ഗുലാബ് ജാമുന ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിനു വേണ്ടി ഞാൻ ഒരു 5 ബ്രെഡ് പീസ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ സൈഡ് വശം നമ്മൾ കട്ട് ചെയ്ത് മാറ്റണം. ഇതിപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് മാംഗോ ബ്രെഡാണ്, മാംഗോ ഫ്ലേവറിൻ്റെ ബ്രെഡ്. അതിൻ്റെ ഒരു 5 എണ്ണമാണിത്. അതിൻ്റെ സൈഡ് വശം മൊത്തം നമ്മൾ മാറ്റണം. എന്നിട്ട് ഇത് മിക്സിയിൽ പൊടിച്ചെടുത്തിട്ട് അല്പം പാലും ചേർത്ത് ചപ്പാത്തി പരുവത്തിൽ കുഴച്ചെടുക്കണം. എന്നിട്ട് അത് നല്ല ബോൾ പോലാക്കിയിട്ട് എണ്ണയ്ക്കകത്ത് മുരിച്ചെടുക്കണം. ബാക്കി കാണിക്കാം. ഇത് നമ്മൾ മിക്സിയിൽ പൊടിച്ചെടുത്ത ആ 5 സ്ലൈസ് ബ്രെഡിൻ്റെ പൊടിയാണ്. എൻ്റെ കൂട്ടത്തിൽ കുറച്ച് പാൽ നമ്മൾ ഓരോ സ്പൂണായിട്ട് ഒഴിച്ച് കൊടുത്തിട്ട് കുഴയ്ക്കണം. അതൊരു ചപ്പാത്തി പരുവത്തിൽ വേണം നമ്മളത് കുഴച്ചെടുക്കാൻ. ഞാനിവിടെ മൊത്തം 7 ബോളായിട്ട് ഉരുട്ടിയിട്ടിട്ടുണ്ട്. ഗുലാബ് ജാമുൻ ഉണ്ടാക്കാൻ വേണ്ടി 5 ബ്രെഡിൻ്റെ സ്ലൈസ് കൊണ്ട് ഒരു 7 എണ്ണം നമുക്ക് ഉണ്ടാക്കാൻ പറ്റുമേ. ഇത് സാധാരണ ഗുലാബ് ജാമുൻ്റെ വലുപ്പത്തിനെക്കാട്ടിലും കുറച്ചൊക്കെ ചെറുതാണ്. അപ്പോൾ ഇതിന് നമുക്കിനി എണ്ണയ്ക്കകത്ത് മൊരിച്ചെടുക്കണം. നമ്മളിവിടെ എണ്ണ ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഈ 7 ബോൾസ് പിന്നെ മൊരിച്ചെടുക്കാൻ വേണ്ടിയുള്ള എണ്ണ ഒഴിച്ചിട്ടുള്ളൂ. ആ സമയം തന്നെ നമ്മൾ ഇവിടെ പഞ്ചസാര ലായനിക്ക് പകരം ഞാൻ കൽക്കണ്ടം ഇട്ടേക്കുന്നത്, പനം കൽക്കണ്ടം. അത് വേറൊരു പാനിലേക്ക് ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇത്രയും വെള്ളം മതിയോ? കാര്യം ആകെ കുറച്ച് ബോൾസ് അല്ലേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഗുലാബ് ജാമുൻ അതിന് വേണ്ടിയുള്ള ബോൾസ് ഒന്ന് മുരിച്ചെടുക്കാമേ. അപ്പോഴേക്കും നമ്മുടെ കൽക്കണ്ടം തിളച്ച് ലയിച്ച് വരും. നമ്മുടെ ഗുലാബ് ജാമുനുള്ള ബോൾസ് എണ്ണയിലിട്ടിട്ടുണ്ട്. അതൊന്ന് നല്ലപോലെ ഒന്ന് മുരിഞ്ഞ് വരട്ടെ. നോക്കിയേ, നമ്മുടെ കൽക്കണ്ടവും അതും ഒന്ന് അലുത്ത് വരുന്നുണ്ട് ചൂടായിട്ട്. ഈ വെള്ളത്തിലേക്ക് വേണം, ഇത് അലിഞ്ഞ് വരുന്ന വെള്ളത്തിൽ വേണം നമുക്ക് ഈ ബോൾസ് ഇട്ട് കൊടുക്കാൻ. നന്നായിട്ടൊന്ന് മുരിഞ്ഞ് വരുമ്പോൾ ഇതിൻ്റെ നിറം തന്നെ മാറും, ബ്രൗൺ നിറമാവുമേ. ജസ്റ്റ് ഇങ്ങനെ തിരിച്ച് ഇങ്ങനെ കറക്കി കൊടുക്കണം, അല്ലെങ്കിൽ ചിലപ്പോൾ ഇത് കരിഞ്ഞു പോകും. ഞാനെടുത്ത് പാലപ്പച്ചട്ടിയിലാണ്, കാര്യം കുറച്ചല്ലേ ഉള്ളൂ. അപ്പം ഇതുപോലെ ബ്രൗൺ നിറത്തി വരണമേ. കണ്ടോ, വരുന്നുണ്ട് അങ്ങനെ. നമ്മുടെ കൽക്കണ്ടം അലമ്പ് വരുന്നുണ്ട്. നോക്കിയേ, നമ്മുടെ ഗുലാബ് ജാമുൻ്റെ ബോൾസൊക്കെ റെഡി ആയിട്ടുണ്ട്. എണ്ണയ്ക്കകത്തുനിന്ന് നന്നായിട്ട് മുരിച്ച് എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നമ്മൾ ലയിപ്പിച്ചെടുത്തിട്ടുള്ള പഞ്ചസാര പാനി അല്ലെങ്കിൽ കൽക്കണ്ടത്തിൻ്റെ പാനിക്കകത്തോട്ട് ഇട്ട് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഗുലാബ് ജാമുൻ റെഡി. ബ്രെഡ് ഗുലാബ് ജാമുനാണ് കേട്ടോ. ഇതാ നോക്കിയേ, നമ്മുടെ ബ്രെഡ് ഗുലാബ് ജാമുൻ റെഡി ആയിട്ടുണ്ട്. നല്ല സൂപ്പറാണ്. ഇത് ഇച്ചിരി തണുത്തിട്ട് വേണം നമ്മൾ കഴിക്കാൻ. സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. ഏത് ബ്രെഡും എടുക്കാം, ബ്രൗൺ ബ്രെഡോ വീറ്റ് ബ്രെഡോ പിന്നെ ഹോൾ മീൽസിൻ്റെ ആണെങ്കിലും മിൽക്ക് ബ്രെഡ്, ഏത് ബ്രെഡും നമുക്ക് എല്ലാം കൂടെ ഒരു 10-15 മിനിറ്റത്തെ സമയമേ ഉള്ളൂ. നമുക്കിത് നന്നായിട്ട് ഉണ്ടാക്കിയെടുക്കുന്നതൊക്കെ നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കുന്ന പോലെ തന്നെ നല്ല ഭംഗിയായിട്ട് കിട്ടും. നല്ല ടേസ്റ്റിയാണ്, കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഞാനിവിടെ കൽക്കണ്ടം ഉപയോഗിച്ച് പഞ്ചസാര എടുക്കാം, അത് നമ്മളുടെ ഇഷ്ടം. അപ്പോൾ എല്ലാവരും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കണം. വീണ്ടും നല്ല ഒരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.